ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങോട്ട് നോക്ക് എല്ലാവരും ഹായ് പറയും. അങ്ങോട്ട് ഇവിടെ എന്തോ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പം വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിന്റെ കുറ്റിയുടെയാണ് നാളെ. ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഇതിൻ്റെ ഒരു പിന്നാലെ തന്നെയാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചായി, പേപ്പറൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ വീട് പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെ കൂടെ സ്നേഹിച്ച് നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് മെസ്സേജ് അയച്ചിട്ടും ഇപ്പോൾ കമൻറ്റിൽ കൂടെ ആണെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടായി നിന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയണം. നമ്മളെ കൂടെ നിന്നതിന് നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ നിന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, അച്ഛൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട്, പെട്ടെന്ന് ഓക്കെ ആവട്ടെ അങ്ങനെയൊക്കെ പറയാൻ കേൾക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ ഏകദേശം ഒരു 10:30-ക്കൊക്കെയാണ് കുറ്റിയടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നാളെ 10 നമ്മളെ ലൈഫിൽ വേണ്ടപ്പെട്ടതും അതേപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് രണ്ട് വിഷമങ്ങളുണ്ട്. രണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്താ പറയുക, ഇപ്പം എല്ലാവർക്കും അറിയാം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു പരിപാടി നമുക്ക് നീട്ടി വെക്കാനും പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം ഇനി അങ്ങോട്ട് മഴക്കാലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീട് പണി ഇപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ട സിറ്റുവേഷനാണ്. അപ്പം നോക്കുമ്പോൾ ഓൾറെഡി ഈ ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് മുന്നേ, അതായത് അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അച്ഛൻ്റെ അത് ഹോസ്പിറ്റൽ കേസ് വന്നത്. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ഒരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എല്ലാം അച്ഛൻ ഓടി നടന്ന് അങ്ങോട്ട് സെറ്റായി തരും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാലോ. ചേച്ചീൻ്റെ ഡെലിവറി ഡേറ്റ് ഏകദേശം അടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റൂല. ഇനിയിപ്പോൾ ഞാൻ അധികം നിർബന്ധിച്ച് കൊണ്ടുവരാനും പറ്റൂല. കാരണം ഇപ്പം എന്താ പറയുക, അമ്മേനല്ലേ ഉള്ളൂ ഓളെടുത്ത്. ഇപ്പോൾ അമ്മമ്മയുണ്ട്, പക്ഷേ അമ്മയ്ക്കല്ലേ എല്ലാ കാര്യത്തിനും ഒന്ന് കൂടെ നിന്നിട്ട് ഓടാനൊക്കെ പറ്റുള്ളൂ. അമ്മ അതിൽ പെയിനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇപ്പം അമ്മ ഇവിടെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. കാരണം അമ്മ ഓളെടുത്തുണ്ടാകുമ്പോൾ ഒരു സേഫ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഇപ്പം ഇതിപ്പോൾ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് അച്ഛനും വരാൻ പറ്റൂല, അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് അമ്മയ്ക്ക് വരാൻ പറ്റൂല. എന്താ വെച്ചാൽ പരിപാടി ഇമ്പക്കാണെങ്കിലും നീട്ടാനും പറ്റൂല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. മാത്രമല്ല നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് എല്ലാം സെറ്റ് ആവണം. അപ്പോൾ ഞങ്ങൾ വീട് പണി ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു MS കോർ ബിൽഡേഴ്സ് എന്നിട്ടുള്ള ടീമിനായിട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഞങ്ങളൊരു സ്കീമിലാണ് ഇപ്പോൾ വീട് ചെയ്യുന്നത്. സ്കീം എന്ന് പറഞ്ഞാൽ EMI ആക്കിയിട്ട് തന്നെ അത് എന്താ പറയുക, അപ്പം നമ്മളെ വീട് പണീൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു 60% പേയ്മെൻറ്റും കൊടുക്കുക. ബാക്കി 40% നമുക്ക് EMI ആക്കിയിട്ട്, അതായത് 1 രൂപ പോലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതായത് 0% ഇൻട്രസ്റ്റിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അവരെ വർക്കും കാര്യങ്ങളും നമ്മളൊന്ന് നോക്കിയിട്ട് എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പറ്റി ഡീറ്റെയിൽ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് എന്താ പറയുക, ഇതേപോലെ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവില്ല. അവർക്കൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം. എന്തായാലും ഇപ്പം എൻ്റെ ഒരു ഒന്നാമത്തെ പിറന്നാളൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീടായിട്ട് കയറണം. കാരണം ഇവന് ശാശ്വതമായിട്ടൊരു സെറ്റപ്പ് എനിക്ക് ഉണ്ടാക്കണം. എന്നെ തൊണ്ടുന്നു എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. പിന്നെ അതായത് ഇപ്പം എനിക്കൊന്നും എന്താ പറയുക, ഇപ്പം ഞാൻ ആരോടും അങ്ങനെ എന്താ പറയുക ഈ മനസ്സിൽ ദേഷ്യമോ കാര്യങ്ങളൊന്നും വെക്കാത്ത ടൈപ്പാകുമ്പോൾ ഗുഡ് ബൈ. എന്താ പറയുക, ഞാൻ എപ്പോഴും നല്ലോണം സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഉള്ളിലൊന്നും വെക്കൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആയിട്ട് ഉള്ളൊക്കെ തുറന്നു പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളെല്ലാവരുടെ അടുത്തും ഹൈഡ് ചെയ്ത് വെക്കാണ്ട് തുറന്നു പറയുമ്പോഴും അവിടെ മുമ്പൊക്കെ എന്തെങ്കിലും പണി കിട്ടുന്നൊക്കെ ചിന്തിക്കണം. പക്ഷേ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഇപ്പം നമ്മളൊക്കെ ഒരു ദേഷ്യമോ കാര്യം നമ്മളായിട്ടൊന്നും ചെയ്തില്ല എങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മളെ കൂടെ സ്നേഹത്തോടു കൂടി നിൽക്കുക. രാവിലെ ആകുമ്പോൾ കളിച്ചോണ്ടിരുന്നായിരുന്ന ആളാട്ടോ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ മൂപ്പര് തനിയെ അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ അച്ഛൻ അടുക്കളയിൽ ചായപ്പണിയിലായിരുന്നു കേട്ടോ. ദോശയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തിയും കാപ്പിയും ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സമയം പറഞ്ഞാൽ ഫുള്ള് ഒട്ടപ്പടിച്ചിലായിരുന്നു. വീട്ടിൽ അമ്മയില്ലല്ലോ. ആദർശമായിട്ടൊന്ന് പുലർച്ചെ 5 മണിയാകുമ്പോൾ വലിയച്ഛനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് അമ്മേനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുകയായിട്ട് ചെയ്തത്. അമ്മ വീട്ടിലെത്തുമ്പോഴേക്കും ചായക്കട ഞാൻ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചായക്കട ഉണ്ടാക്കി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയിട്ട്, ചേച്ചി വീട്ടിലുണ്ടായിരുന്നില്ല, ചേച്ചി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. ചേച്ചിക്ക് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവള് നേരെ കുറ്റിയടിക്കുന്ന സ്ഥലത്തേക്ക് വരാന്നാട്ടാ പറഞ്ഞത്. അടുക്കള ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എനിക്ക് ഉണ്ണീനെ വിളിച്ചെണിപ്പിച്ചിട്ട് അവനെ കുളിപ്പിച്ചിട്ട് പിന്നെ വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉണ്ണീനെ എണിപ്പിക്കാൻ പോകണട്ടാ. പിന്നെ അമ്മമ്മ വരുന്നില്ല. അപ്പൊ അമ്മമ്മ ചോറും കറിയൊക്കെ അമ്മമ്മ ഒന്ന് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഇത് ഞാൻ പാത്രങ്ങളൊക്കെ ഇരുന്ന് കഴുകുകയാണ്. അപ്പോഴേക്കും അമ്മയും ആദർശേട്ടനും വന്നിട്ടുണ്ടായിട്ടാ. അമ്മ നേരെ വന്ന് കുളിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് കുറെ പണികളുണ്ടായിരുന്നുണ്ട്. പണികൾ മീൻസ് ഓരോ സാധനങ്ങൾ എടുത്തു വെക്കേണ്ടതും പായി
മുട്ടയും എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കേണ്ട പണികൾ കുറേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫുൾ തിരക്കിലാണ്, എല്ലാം ഓട്ടപ്പടച്ചിലായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്തു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴേക്കും മാളു ആദു അവരൊക്കെ വന്നിട്ട് അവർ വന്നാൽ പിന്നെ ഉണ്ണിയുടെ കാര്യം പിന്നെ അവർ സെറ്റാക്കിക്കോളും. പിന്നെ ഇത് ഞാൻ വേഗം സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു കിട്ടാം. അപ്പം അമ്മയ്ക്ക് സെറ്റ് മുണ്ട് എടുക്കണില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്ന് നേരെ ഇനി കുറ്റടി കഴിഞ്ഞ് വെച്ചെങ്കിൽ അവിടെ നിന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോണേ. അപ്പം അമ്മ സെറ്റ് മുണ്ടൊന്നും എടുക്കണില്ല പറഞ്ഞിട്ടാ. നമ്മുടെ മാളുമ്മ ഇത് ഉണ്ണീനെ ഇങ്ങനെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദർശയുടെ അമ്മേനെ ഇവിടെ ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് പുല്ല് വെട്ടാണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സ്ഥലത്ത് കുറച്ച് പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടേണ്ട കാര്യം നമ്മൾ ഇന്നാണ് അറിയുന്നത്. മറ്റേ കുറ്റടിക്കുന്ന സമയത്ത് അവിടെ പുല്ലൊന്നും പാടില്ല. അങ്ങനെ പണിക്കാരനെ അന്വേഷിച്ചിട്ട് കിട്ടാതെ അങ്ങനെ ജോൺസേട്ടൻ ചെന്നുട്ടാ മറ്റേ പുല്ല് വെട്ടുന്ന സംഭവം കൊണ്ടൊക്കെ ഒരാൾ ചെന്നിട്ട് അവിടെ ഫുള്ള് വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ പുല്ല് വെട്ടിയതിന് ശേഷമാണ് ആദർശേട്ടൻ അങ്ങോട്ട് വരികട്ടോ. എന്നിട്ട് ഇവിടുന്ന് കുളിച്ച് മാറ്റിയിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാട്ട് ചെയ്യണേ. അപ്പോഴേക്കും അമ്മ ഇത് ഇവിടെ ഫുള്ള് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകേണ്ട സംഭവങ്ങളൊക്കെ പുറത്തേക്ക് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ എന്തോ പച്ചപ്ലാവിൻ്റെ കൊമ്പൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേ മാളു കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് കുറ്റടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കാട്ടോ. ഞങ്ങളുടെ മാറ്റി കഴിഞ്ഞ് ആദർശമായിട്ട് അവിടെ നിന്ന് വരണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. കലക്കി കൈ പിടിക്കണ്ടിട്ട് നമ്മള്. അപ്പൊ അതിന് മുന്നേ ഒരു ചെറിയ 30 മില്ലിയായിട്ട് അവന് കൊടുക്കുന്നേ. അപ്പൊ എന്തായാലും കുടിച്ചോട്ടെ. ഇപ്പൊ ആദർശേട്ടൻ വന്നിട്ട് ഫുള്ള് തിക്കും തിരക്കും ആകെ ഇരുന്നോട്ടാ. എന്തായാലും ഇങ്ങനെ പാല് കൊടുക്കണം. ചേട്ടൻ വന്നു, ചേട്ടൻ കുളിക്കുമ്പോൾ ദോശ ഉണ്ടാക്കണം. ചേട്ടൻ്റെ പാലിലേക്ക് ഞാൻ അടുത്ത സെറ്റ് മുണ്ട് ഉണ്ണിയുടെ 56-ന് അമ്മയ്ക്ക് വാങ്ങിച്ച സെറ്റ് മുണ്ടാട്ടാ. അതിന്റെ ബ്ലൗസ് എന്ന് വെച്ചാൽ ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ വലിച്ചിറക്കിയിട്ട് അമ്മയ്ക്ക് അച്ഛൻ ഞാൻ എടുത്ത് കാണുമ്പോൾ അയ്യോ എൻ്റെ ബ്ലൗസ് ഇപ്പം നശിപ്പിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ നടക്കണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞിച്ചക്കൻ അച്ഛൻ നല്ല ഉറക്കം, അവൻ അച്ഛൻ കുടിക്കണില്ല കേട്ടോ. അപ്പോൾ കുടിക്കാതെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കുറച്ച് വയറ്റിലെത്തിയിട്ട് പിന്നെ അവനെ കുറച്ച് ഉഷാറായി നിന്നോളൂല്ലോ. അങ്ങനെ ഞാൻ മാക്സിമം നല്ല ഉറക്കം മൂപ്പരി തീരതാണ്. ഉറക്കത്തിൽ നിന്ന് പിന്നെ വെളിച്ചെണിപ്പിക്കാനാണ് ഏറ്റവും നമുക്ക് പ്രാന്ത് വരിക കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ട് വേണം അവന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പാല് പിടിക്കാൻ. ഇപ്പൊ നമ്മൾ കയറുമ്പോഴേക്കും അവന് പാല് ആവശ്യമാവേ, വണ്ടിയിൽ കയറി എത്തുമ്പോഴേക്കും. നമ്മുടെ പൊന്നല്ലത് ചേട്ടാ കുളിച്ചോന്നിട്ട് വാങ്ങിച്ചു പോന്നത്. പാല് കുടിച്ച് ചൂട് പത്തര ആകുമ്പോഴാട്ടെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് ഒരു 10 മണിക്ക് നമ്മൾ ഇറങ്ങാൻ വിചാരിച്ച് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ പാകമുള്ളത് കിരൺ ചേട്ടൻ, ഞാൻ, അമ്മ, ആദർശേട്ടൻ, മാളു, ആദു, പിന്നെ ഇവിടെ ചെറുത്. അപ്പോൾ നമ്മൾ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പോകണേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ അവളുടെ മറ്റേ ഫംഗ്ഷൻ എന്തോ കല്യാണം എന്തോ ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ടോ. പിന്നെ മാളു ഉണ്ണീനെ എടുത്തു, ഞാൻ അവിടെ എന്തൊക്കെയോ പണിയിലാണ്. അമ്മ ആദർശേട്ടന് ചൂട് കൊടുക്കണ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അമ്മ അവിടെ ദോശ ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തോന്നുന്നു ഈ വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ കിരൺ ചേട്ടനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ആവാണ് കേട്ടോ. കിരൺ ആദർശേട്ടൻ എന്താ ആദർശേട്ടൻ ജെല്ലി കിരൺ ചേട്ടൻ എടുത്ത് തയ്ച്ചു ജെല്ല്. അയ്യോ ആദർശേട്ടൻ ഇതില് ഭയങ്കര തടി ഇതില്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്ത് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഇനി കാറ് കയറ്റണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ കവർ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിലാക്കിയിട്ട് അവൻ്റെ പൗഡറും, പിന്നെ പൗഡർ മീൻസ് നമ്മുടെ ഫോർമുലയുടെ പൗഡറും, അതുപോലെ തന്നെ ചൂടുവെള്ളം ഞാൻ ഓൾറെഡി കലക്കി കൈ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കലക്കിയത് നമുക്ക് 2 hours വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെ ഒരു 30 മില്ലിയോ 60 മില്ലിയോ അങ്ങോട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ. അതും കൂടാതെ ഫോർമുലയുടെ പെട്ടിയും ഫ്ലാസ്കിൽ വെള്ളവും കൈ പിടിച്ചിട്ടുണ്ടായിട്ടോ. ഈ കുറേ നേരം അവിടെ നിന്ന് വെച്ചെങ്കിൽ ചൂടുവെള്ളത്തിന് ബുദ്ധിമുട്ടാവില്ല, നമുക്ക് കുറേ നേരം കലക്കി വെച്ച് അവന് കൊടുക്കാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവൻ്റെ കാറ് കയറിയപ്പോഴേക്കും ഉറങ്ങി തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മൾ സ്ഥലം വാങ്ങിച്ചേക്കണത് എരുമപ്പെട്ടിയിലാണ് കേട്ടോ. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് അങ്ങോട്ട് കയറില്ലേ, ആ കയറിനോടത്ത് തിപ്ലശ്ശേരി എന്നൊന്ന് തോന്നുന്നു പറയാ, ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചേക്കണേ കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ കടങ്ങോട് റോഡ് കയറി ഇനി ഇവിടെ
നിന്ന് നേരെ പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ലെഫ്റ്റിക്ക് ഒരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ അങ്ങോട്ട് കയറി കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ സ്ഥലം ആയി കഴിഞ്ഞു കേട്ടോ. ഇത് വില്ല പ്രൊജക്ട് പോലത്തെ ഒരു പ്ലോട്ടാട്ടോ. ഇനി അടുത്തടുത്തൊക്കെ വീടുകൾ വരുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തും സാധാരണ നോർമലി താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കണ്ടത് വലിയൊരു പ്ലോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വില്ല പ്രൊജക്ട് പോലെയാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ ഇനി കുറേ വീടുകൾ വരാണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ വീട് വയ്ക്കാൻ പോകുന്നത് നമ്മളാട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവിടെ കുറ്റിയടിക്കേണ്ട ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. കുറച്ച് നേരം കാറിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു, വെയിലത്ത് പോയി നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ കുഞ്ഞിച്ചക്കനെയും ഞാൻ കൈ പിടിച്ചുകൊണ്ട് കാറിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. നമ്മള് പുതിയ നമ്മുടെ വീടുണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. നമ്മുടെ കുഞ്ഞിച്ചക്കൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ പൊന്നെ എനിക്ക് നോക്ക്, അമ്മയുടെ കുട്ടിക്ക് വീട് വെച്ചിട്ടുണ്ട്. അമ്മയുടെ മോന്റെ വീടത് കണ്ണ് ഒറ്റക്കണ്ണ്. അവന്റെ മെയിൻ ആയിട്ടാ ഒരു ഒറ്റക്കണ്ണ് തോന്നിട്ട് അവന് നോട്ടമുണ്ട്. അമ്മയുടെ മോളെ എനിച്ചേ, അമ്മയുടെ പൊന്നെ എനിച്ചതേ. പിന്നെ ഇത് എല്ലാവരും കാറിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് കുറ്റിയടിക്കണ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. കാരണം പൂജയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ട അരി, പിന്നെ എടങ്ങാടി, നാഴി, അവില്, മലര്, പഴം, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മളിത് ആ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. അപ്പോൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ കിരൺ ചേട്ടൻ പറഞ്ഞു ഉണ്ണിയനെ അങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞു. ചേട്ടൻ ഉണ്ണിയനെ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഇനി പുറത്ത് പോയി നിൽക്കാന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞിച്ചക്കനെയും കൊണ്ടിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു കേട്ടത്. സാഹചര്യം എന്നുള്ളൊരു വാക്കിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ ലൈഫിലൂടെ ഇപ്പോഴാണ് കേട്ടോ പഠിക്കുന്നത്. മുന്നെപ്പോഴും നമ്മൾ സാഹചര്യം കൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ട്വിസ്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ആദവുണ്ടല്ലോ, അവന്റെ സ്ഥലത്ത് ആദ്യമായിട്ട് അങ്ങോട്ട് കാല് കുത്തിയിട്ടോ. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് ഭംഗിയായിട്ട് പോകണേന്ന് തന്നെ ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങളുടെ ഒപ്പം വേണം. NCS Tamil BGM. അങ്ങനെ ഇതേ വിനീഷേട്ടനും ചേച്ചിയും ചേട്ടനും തേജപ്പനും ഒക്കെ വന്നോട്ട്. അവർക്ക് ഇന്ന് ഗുരുവായൂര് തോന്നുന്നു കല്യാണം എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അവൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് അവള് നേരെ ഇങ്ങോട്ട് പോന്നുട്ടാ. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ടൈം എടുക്കൂട്ടെ. ഇനി പൂജാരിയൊക്കെ വരാണ്ട് നമ്മൾ എന്നാലും നേരത്തെ ഇങ്ങോട്ട് എത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അച്ഛനെയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അച്ഛപ്പോടെ ഉണ്ടെങ്കിൽ അച്ഛവിടെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് അത് ചെയ്ത് പറഞ്ഞിട്ട് എനിക്കും ആദർശമായിട്ട് 100 ചീത്ത കേട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പൊ അച്ഛനില്ലാത്തതുകൊണ്ട് എന്തോ പോലെ. പിന്നെ ഞങ്ങളുടെ മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജാരിയൊക്കെ എത്തി. അവരിവിടെ അളവെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പൂജാരി ഉണ്ട്, പിന്നെ നമ്മുടെ ഈ വീട് പണി ചെയ്യണ കോൺട്രാക്ട് ഏറ്റെടുത്ത അവരാട്ടോ കുറ്റി അടിക്കാൻ വേണ്ടി വന്നേക്കണേ. അപ്പൊ അതിലത്തെ 2 ചേട്ടന്മാരും ഉണ്ട്. അങ്ങനെ നിറച്ച് കൊതുക്. എനിക്ക് തോന്നി ഒന്നും ഞങ്ങൾ ചൂടെടുക്കുമ്പോൾ എന്തായാലും കൊതുകിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുൻകൂട്ടിയിട്ട് ഉണ്ണിയുടെ ഡ്രസ്സ് കിട്ടില്ലേ, ഉണ്ണിക്ക് കിട്ടിയ ഡ്രസ്സിന്റെ ഒരു ചട്ട ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് കീറി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീശി കൊടുക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ പോലെ നല്ല കൊതുവായിരുന്നു കേട്ടോ. അപ്പൊ അവന് ഞാൻ കുറെ നേരം ഇരുന്ന് വീശി കൊടുത്തു. പിന്നെ ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഉണ്ണിനെ എടുത്തുട്ടാ. പിന്നെ എന്റെ സെറ്റും മുണ്ടിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുൾ അവനെ പൊതിഞ്ഞിട്ട് അങ്ങനെ നടക്കാറുണ്ടാ. പിന്നെ ഈ ഒരു സമയത്ത് അധികം വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. വെയില് വന്നും പോയി അങ്ങനെ നിൽക്കാറുണ്ട്. ഇപ്പൊ വെയില് വന്നു വെച്ചാൽ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കും. അല്ലെങ്കിൽ ഒരു മഴക്കാറ് പിടിച്ചൊരു അന്തരീക്ഷം ആകുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. മാളും അതും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചൂടെടുത്ത് തുടങ്ങി, കൊതുകിന്റെ കടി കുറച്ച് കൂടി തുടങ്ങിയപ്പോൾ ആദർശേട്ടൻ പറഞ്ഞു കാറിൽ കയറിയിരുന്നോളൂ. അപ്പൊ ഞങ്ങൾ പിന്നെ AC ഇട്ടിട്ട് അങ്ങനെ കാറിൽ ഇരുന്നു കേട്ടോ. പിന്നെ ഇനി പൂജയൊക്കെ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പൊ കുറെ നേരം നമുക്ക് ഇനി ഇതിലിരിക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ അങ്ങനെ കയറിയിരിക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചി അതും ആളൊക്കെ തമ്മിൽ ഓരോ കല്യാണത്തിന്റെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ. അപ്പൊ ആദർശേട്ടൻ വന്നിട്ട് ഇതേ എനിക്ക് എല്ലാ കാറിന്റെ അകത്ത് AC ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഇരിക്കാട്ടോ. അപ്പോൾ തേജപ്പം കയറി. പിന്നെ എല്ലാവരും ഞാനും ആളും അതും ചേച്ചിയൊക്കെ ഞങ്ങൾ പിന്നെ കാറിന്റെ ഉള്ളിൽ ഇരുന്നു കേട്ടോ. കാറിന്റെ ഉള്ളിൽ കയറിയത് നമ്മുടെ കുഞ്ഞിച്ചക്കനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവന് പുറത്ത് നിൽക്കാച്ച കുറെ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാലോ, അതാണ് ഇഷ്ടം. കാറിന്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, ചിരിക്കണോ
കുറ്റപ്പെടുത്താനൊന്നുമില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനൊരു മുഖംഭാവം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഇതേവര് അളവെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. മാമുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് എല്ലാ കാര്യത്തിനും. ഇത് എൻ്റെ അമ്മയുടെ ചേട്ടനാണ് കേട്ടോ, സ്വന്തം ചേട്ടനാണ്. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ ഞാൻ വിളിച്ചു കേട്ടോ, എന്തെങ്കിലും പ്ലാനിലൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചോ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഇപ്പോഴേ പറ്റുള്ളൂ, ഇനി ഇത് കഴിഞ്ഞ് തറയൊക്കെ മാന്തി കഴിഞ്ഞ് ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സജഷൻ പറയാണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് ഉണ്ണീനെ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടാ. പിന്നെ ഇതേ കുറ്റിയടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇത് കുറ്റി അടിക്കില്ല, ആദ്യം ഇങ്ങനെ കമ്പി അടിക്കും. പിന്നെ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചപ്ലാവിൻ്റെ കൊമ്പുണ്ടല്ലോ, ഒരു പച്ചപ്ലാവിൻ്റെ മരം എന്തോട് പറഞ്ഞു, ആ സംഭവത്തോണ്ടാണ് നമ്മൾ അടിക്കുക. അങ്ങനെ ഏറെക്കുറെ എല്ലാം സെറ്റായപ്പോൾ നമ്മൾ ഉണ്ണീനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാറായി. റീനമ്മയ്ക്കൊക്കെ വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായി, പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലല്ലോ. എന്നിട്ട് അമ്മ പറഞ്ഞു അമ്മ മാക്സിമം വരാൻ നോക്കാം, എന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ചേച്ചിക്ക് വയ്യ, അതുപോലെ തന്നെ ഡെലിവറിയുടെ ഡേറ്റിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ കുറ്റടി ഉണ്ടായേക്കണേ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാവും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ചേച്ചി അഡ്മിറ്റ് ആവണതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇനി എന്തെങ്കിലും പെട്ടെന്ന് വല്ല ആവശ്യം വന്നു വെച്ചെങ്കിൽ അമ്മ അവിടെ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അമ്മ ഇനി ബാക്കിയുള്ള എല്ലാ പരിപാടിക്കും ഞാൻ അമ്മേനെ കാണട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് മാത്രം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ എൻ്റെ അമ്മയച്ചെങ്കിലും അതേ മുള്ളുമ്പോൾ നിൽക്കണ പോലെയാണ് നിൽക്കണേ കേട്ടോ. കാരണം അച്ഛൻ അവിടെ ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ അച്ഛനിന്ന് മറ്റേ കാലുമൊക്കെ ആകെ ഇത് പറഞ്ഞോളൂ. അപ്പോൾ അത് ഡോക്ടർ വന്നിട്ട് ആകെ എന്താ പറയുക, അതും അങ്ങനെ ഉരച്ചിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ അച്ഛന് ഭയങ്കര വേദനയ്ക്ക് വേണ്ടി അച്ഛമ്മേനെ വിളിച്ചിട്ടുണ്ടായി വേഗം വരുമോ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമില്ല. അപ്പം അതിന് അമ്മമാരും അച്ഛനും ആരും ഇല്ലാതെയായി ആ ഒരു എന്താ പറയുക എന്തൊരു ഇതല്ലേ, വിഷമല്ലേ. അപ്പം അത് കാരണം അമ്മ അങ്ങനെ ഇത് പരിപാടി കഴിഞ്ഞിട്ടേ പോകണുള്ളൂ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നു കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുത്ത് വലിയച്ഛനുണ്ട്, പക്ഷെ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതാണല്ലോ. അങ്ങനെ പൂജയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മറ്റൊരു കയറൊക്കെ കെട്ടിയിട്ട് അളന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ മാളു ആദു ചേച്ചിയുടെ അടുത്തായിട്ട് നമ്മുടെ കിച്ചുള്ളത്. അങ്ങനെ കുറ്റടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉണ്ണീനെയും കൊണ്ട് കാറിക്ക് കയറിയിട്ടോ, കാരണം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ റീനമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റീനമ്മയും ദൃശ്യേച്ചി അതുപോലെ തന്നെ അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവളെന്ത് കോലാ കിച്ചു ഇതേ നല്ല ഉറക്കായിട്ടോ, പാലൊക്കെ കുടിച്ചിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തു. പിന്നെ ഇതാ എല്ലാവരും ഇതേ ചൂടെടുത്തിട്ട് പുറത്ത് നല്ല ചൂടാണ്, നിൽക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചി അതും ആളും എല്ലാവരും ഇതേ നമ്മുടെ ഒപ്പം ഇങ്ങോട്ട് കാറിക്ക് പോകുന്നുണ്ടാ. പിന്നെ ആദർശേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ 2 ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായി. ആദർശേട്ടൻ്റെ വർക്ക് ചെയ്യണ സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. എൻ്റെ ഈശ്വര അതെന്തൊക്കെ ഇടുന്ന ചൊറിയൊക്കെ ചെയ്യണ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിട്ട് ഇത് കാണുന്നത്. അങ്ങനെ ഇത് നല്ല കൊതുകാട്ടോ, നല്ല കൊതുകൊണ്ട് അവിടെ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ തന്നെ കൊതുവന്ന് ഇങ്ങനെ കുത്തി ഒരു ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദർശേട്ടൻ വർക്ക് ചെയ്യാൻ പോണ സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അത് കാരണം ഇപ്പോൾ സുഖമായി ആദർശേട്ടൻ ഇവിടെ നിന്ന് പോകാനും വരാനൊക്കെ എളുപ്പമായിട്ടാണ്. അങ്ങനെ ഇത് നമ്മളെല്ലാവരും റീൽസും ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ആദർശേട്ടൻ വരുന്നത് ഉണ്ണീനെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സിന് ഉണ്ണീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ണീനെ കൊണ്ടിട്ട് ചേട്ടൻ അവർക്ക് കാണിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടാ. അങ്ങനെ ഇതേ അവിടെ പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ മഴക്കാറ് വരിക പോവുക അങ്ങനെയായിരുന്നു. എന്നാലും മഴക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് പുറത്ത് ഭയങ്കര ചൂടാണ്. എന്താ പറയുക, നമ്മൾ നിന്ന് കഴിഞ്ഞ വെച്ചാൽ അങ്ങനെ വിയർത്തൊലിച്ചൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവരിത് തണലത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരേനും എനിക്കൊരു പരിചയമില്ലെങ്കിൽ കൂടിയിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് അറിയാട്ടോ. ചേട്ടൻ പിന്നെ എല്ലാ കഥയും വന്ന് പറയും. ഓഫീസിലേക്ക് ഓരോ വിശേഷങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇവരെന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഏറെക്കുറെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി കേട്ടോ. മീൻസ് മറ്റേ കുറ്റിയടിക്കേണ്ട ആൾക്കാർ
വെക്കാനും പിന്നെ പൂജാരിയൊക്കെ പോയിട്ടുണ്ടായി. അങ്ങനെ തേജപ്പനെ ഇതേ കിരൺ ചേട്ടൻ തോളിലൊക്കെ കയറ്റിയിട്ട് അവർ തമ്മിൽ അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനേ മാളു ആതു ഞങ്ങളൊക്കെ കാറിലിരിക്കട്ടെ, കാരണം പുറത്തേക്ക് ഇനി ഉണ്ണീനെയും കൊണ്ട് ഇറങ്ങണ്ട വിചാരിച്ചിട്ട്. അമ്മയുടെ ഫോണാകെ ഉണ്ട പരിപാടിയായിട്ട് ഇരിക്കുന്നത്. സൈഡിലെ സ്വിച്ചൊക്കെ പോയി അങ്ങനെ എന്തൊക്കെയോ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പോൾ മാളുവിൻ്റെ യൂട്യൂബ് ചാനൽ അമ്മയുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ വീഴാൻ പോയി ഗൈസ്. അങ്ങനെ വീട്ടിലെത്തി ഇനി കുറച്ചു നേരം കിടക്കണം, ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ അമ്മ വന്നു, വേഗം ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് അമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ. അച്ഛനുള്ള ഫുഡൊക്കെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മമ്മ ഏട്ടന്ന് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും പാക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഇങ്ങോട്ട് കയറി ചേട്ടാ ഇവിടെ വന്നിട്ട് വേഗം സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മ വേഗം പോയി. പിന്നെ ഇതേ കിരൺ ചേട്ടൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഉണ്ണി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ രാത്രി ആകുമ്പോൾ മാള് വന്നിട്ടുണ്ടായിട്ടോ. രാത്രി മീൻസ് ഒരു 6:30-7 മണിക്ക് ആകുമ്പോഴേക്കും മാള് വന്നിട്ടുണ്ടായി. അപ്പോൾ ഉണ്ണി ഇതേ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് മാളുവിൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കാൻ കേട്ടോ. മാളുവിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും, പിന്നെ ഓരോ കാക്കൂ നോക്കിയിരുന്ന് ഇങ്ങനെ പറയൂട്ടോ അവളുടെ അടുത്തിരുന്നിട്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ അവനും ഞാനും ഒരുമിച്ചായിട്ട് ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങിയിട്ടാ. എനിക്ക് അച്ഛങ്ങ് ഉറങ്ങിക്കാൻ കഴിഞ്ഞപ്പോൾ തലക്കൊക്കെ എന്തോ ഒരു മത്ത് പിടിച്ചൊരവസ്ഥ കേട്ടാ. ഞാൻ മാളുവിനോട് കഥ പറയണേ, ഈ മാളുവിനോട് വർത്താനം പറയാണോ? കുഞ്ഞുമുത്തെടുത്തോ, കുഞ്ഞിച്ചക്കെടുത്തോ, ചിരി വരണ്ടോ? ആ ചിരി വരിക, ചിരി വരിക, കൂട്ടാട്ടി കാണിക്കില്ല ചക്ക, ചിരി വരിക. പിന്നെ കിരൺ ചേട്ടനൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അവരെൻ്റെ കല്യാണ വീഡിയോ കാണാണ്. എൻ്റെ പെൻഡ്രൈവ് പോയി ഗൈസ്. കല്യാണത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉള്ള പെൻഡ്രൈവ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പെൻഡ്രൈവ് പോയി. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ലാപ്ടോപ്പിൽ അത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് അതൊക്കെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. പിന്നെ മാളും കുഞ്ഞിച്ചക്കനും കൂടിയിട്ട് നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.